ഉള്ളതുപോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ നമുക്ക് പോസിറ്റീവ് ആയിരുന്നോ നെഗറ്റീവ് ആയിരുന്നോ? അല്ല ഗൈസ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നമ്മൾ പ്ലേയേഴ്സിനെ അങ്ങോട്ട് കൊടുക്കാൻ ഭയങ്കര ത്വരയായിരുന്നു. എന്നാൽ കൃത്യമായിട്ടുള്ള റീപ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റ് ബംഗാളുമായിട്ടുള്ള മത്സരമാണ് അതിനുള്ളൊരു ഉത്തരം. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പറിനെ വാങ്ങാത്തത്. അതൊരു ലോണിലാണെന്നുണ്ടെങ്കിലും എന്താ കുഴപ്പം? അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും സ്പോർട്സ് റിവ്യൂ ആണ്. വെൽക്കം ടു ആൻഡപ്പൻ ടോക്കീസ്. ജനുവരി ട്രാൻസ്ഫർ വിൻഡോ നമ്മളെ സഹായിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സ്പോർട്സ് റിവ്യൂ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 5K ഫാമിലിയിലേക്ക് എത്തിയാൻ അധികം ദൂരമില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ വിഷയത്തിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നമുക്ക് ഒരുപാട് പ്ലെയേഴ്സിനെ നമ്മൾ കൊടുത്തു അല്ലേ. ആ കൊടുത്തതിൽ എനിക്ക് ഒരു അങ്ങനെയായിരുന്നോ എന്ന് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്റർകാസിലേക്ക് പോയിട്ടുണ്ടായിരുന്ന ബ്രൂസ് മിറാണ്ട അവിടെ ഒടുക്കത്തെ ഫോമിലാണ് കളിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അസിസ്റ്റ് ചെയ്യുന്നു, ഗോൾ സ്കോർ ചെയ്യുന്നു. കഴിഞ്ഞ മത്സരം അവർക്ക് തോൽവിയാണെന്നുണ്ടെങ്കിൽ പോലും പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് വാസ് ലൈക്ക് നല്ലൊരു കയ്യടി അർഹിക്കുന്ന ഒരു പെർഫോമൻസ് തന്നെ ആയിരുന്നു എന്നുള്ളതാണ് കേട്ടോ. അതിൽ ഗോകുലം FC-ക്കെതിരെയാണ്, ഗോകുലം 6 ഗോളിന് ജയിച്ചു. ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഞാൻ പറയുകയാണ്, അങ്ങനെ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു സംഭവമാണ് നമുക്ക് കാണാൻ പറ്റിയത്. ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ടീമിൽ നിന്ന് പോയി കഴിഞ്ഞതും ആളുടെ തനി സ്വഭാവം കാണിച്ചു എന്നുള്ളതാണ്. പ്രീതം കോട്ടാലാണെന്നുണ്ടെങ്കിലും ബെഞ്ചിലിരിക്കുന്നതിനേക്കാളും നല്ലത് ഞാൻ ചെന്നൈക്ക് വേണ്ടി കളിക്കുന്നതല്ലേ എന്നുള്ള ലൈനിലൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ കൊടുത്ത ആൾ തന്നെ നമുക്കിട്ട് ഇനി അടുത്ത മത്സരത്തിൽ നല്ല കട്ടയ്ക്ക് ഡിഫെൻഡ് ചെയ്യും. കാര്യം പുള്ളിക്ക് കാണിക്കണമല്ലോ, ഞാൻ ആ പഴയ രാജാവായിരുന്നു എന്ന് കാണിക്കാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ നല്ല കട്ടയ്ക്ക് പെർഫോം ചെയ്യുന്നത് നമുക്ക് എന്തായാലും കാണാനായിട്ട് പറ്റും. ഇനി ഞാൻ പറഞ്ഞു വന്നത്, ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നമുക്ക് പ്ലേയേഴ്സിനെ കൊടുത്തതിൽ ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. സ്വാഭാവികമായിട്ടും ടീമിന് വർക്കൗട്ട് ആവുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐദർ ലോണിലോ അല്ലെങ്കിൽ വിൽക്കുന്നതോ ഒന്നും ഒരു മോശമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. ഇപ്പോൾ രാഹുലിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ രാഹുലിന് ഇവിടെ പെർഫോം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഫസ്റ്റ് 11 ചാൻസസ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് 11 ഓപ്ഷനായിട്ട് വരുന്നു, നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റുന്നു. ഏകദേശം ഒരു ഫുൾ ടൈം അല്ലെങ്കിൽ പോലും അതിനോളം അടുക്കുന്ന അത്രയും നേരം കളിക്കാനായിട്ട് പറ്റുന്നു എന്നൊക്കെ പറയുന്നത് നോക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. എന്നാൽ ഇങ്ങോട്ട് വരുമ്പോൾ ഈ കൊടുത്തിട്ടുള്ള താരങ്ങൾക്ക് പകരമുള്ള റീപ്ലേസ്മെൻറ്റ്സ് ഉണ്ടായോ? അതൊരു വലിയ ചോദ്യമാണ്. ശരിയാണ്, നമുക്കൊരു സെൻട്രൽ ഡിഫെൻസീവ് മിഡ്ഫീൽഡറിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അതിനുള്ളൊരു താരത്തെ കൊണ്ടുവന്നു. ആദ്യ മത്സരം കുറച്ച് നേരം കളിപ്പിച്ചു, ക്രൂഷ്യലായിട്ടുണ്ടായിരുന്ന മത്സരത്തിൽ കളിപ്പിക്കാനും പറ്റിയില്ല. അത് പിന്നെ നമ്മുടെ കയ്യിലല്ല. ഈ പറയുന്ന പോലെ ലീഗും വന്നിട്ടുണ്ടായിരുന്ന ഹംഗേറിയൻ ലീഗും തമ്മിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക് ആയിരുന്നു എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. അപ്പോൾ അതങ്ങനെ പോയി. ഇനി ബികാസ് യുമിനത്തിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി പരിക്കിലാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു 2 ആഴ്ചയിൽ കൂടുതൽ പുള്ളിക്ക് എന്തായാലും പുള്ളിയെ തിരിച്ചു വരും എന്നുള്ളത് പ്രതീക്ഷിക്കേണ്ട. ഇനി ബെറ്റർ ആവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അറിയില്ല, ഈ സീസണിൽ നമ്മുടെ കൂടെ കളിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം. അപ്പോൾ കൊണ്ടുവന്ന 2 പേരും നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ആയില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സീസൺ കഴിഞ്ഞിട്ടില്ല, ഇനിയും അവസരങ്ങളും സംഭവങ്ങളും മാച്ചുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ് കേട്ടോ, ഇപ്പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ തരാം. നമ്മുടെ കഴിഞ്ഞ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെതിരെയാണ് നമ്മൾ മത്സരിച്ചത്. അവർ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു താരമാണ് റിച്ചാർഡ്. എൻ്റെ പൊന്നെ, പുള്ളിയുടെ ഇമ്പാക്റ്റ്, അതായത് ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു നല്ല പ്ലെയറിനെ കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്നുള്ളത് കാണിച്ചു തന്ന മത്സരമാണ്. ഇതിന് തൊട്ട് മുമ്പത്തെ മത്സരവും റിച്ചാർഡ് നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. ISL ഒരു ന്യൂ ഫേസ് ആണെന്നുള്ള ഒരു ഇതുമില്ലാതെയാണ് പുള്ളി പെർഫോം ചെയ്യുന്നത്. ആൻഡ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് എതിരെ വന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനൊക്കെ ഏകദേശം ഈസ്റ്റ് ബംഗാൾ കോച്ചിന് അറിയാമായിരുന്നു. പക്ഷേ റിച്ചാർഡ് എങ്ങനെ കളിക്കും, എന്തായിരിക്കും കളിക്കുക എന്നുള്ളത് ഒരു പിടുത്തമില്ല. പുള്ളി അങ്ങ് 6 അടി കളിച്ച് നമുക്കുള്ള പണി തന്നു എന്നുള്ളതാണ് കേട്ടോ. പലപ്പോഴും നോവയും റിച്ചാർഡും തമ്മിലുള്ള ഫൈറ്റ് കാണാനും ഒരു രസമുണ്ടായിരുന്നു. ഞാൻ അതിൽ പലപ്പോഴും റിച്ചാർഡ് വിൻ ചെയ്യുന്നത് പോലെയാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു പ്ലെയർ ഉണ്ടാക്കി ഇമ്പാക്റ്റ് ആണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ടീമിൻ്റെ അവസ്ഥ ഒന്ന് എടുത്തു നോക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ട്രാൻസ്ഫേഴ്സ് മാത്രം മതിയായിരുന്നു. അല്ല,
സത്യത്തിൽ സച്ചിൻ നല്ലൊരു ഗോൾ കീപ്പർ ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗോൾ കീപ്പർ വേണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചിൻ പലപ്പോഴും മികച്ച സേവുകൾ നടത്തുന്നതിൻ്റെ കൂടെ തന്നെ പലപ്പോഴും വലിയ 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 മിസ്റ്റേക്കുകൾ കാണിക്കുന്നുണ്ടെന്നുള്ളതാണ്. ആ മിസ്റ്റേക്കുകൾ തന്നെ സത്യത്തിൽ നമ്മുടെ ഒരു തോൽവിയിലേക്കും അല്ലെങ്കിൽ ഗോൾ കൺസീഡ് ചെയ്യുന്നതിലും ഒക്കെ നയിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വലിയ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? ഒരു നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പറിനെയും കൂടെ നമ്മൾ വാങ്ങേണ്ടതാണ്. അത് ഇനിയാണെങ്കിലും പറ്റുന്നൊരു കാര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാശ് പൊട്ടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും നമുക്കുള്ള ഡ്രോബാക്കുകൾ നമ്മൾ ക്ലിയർ ചെയ്യാതെ കാര്യം നടക്കില്ല എന്നുള്ളതാണ്. പിന്നുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണലി എനിക്ക് തോന്നിയൊരു കാര്യം, നോവയും ലൂണയും തമ്മിലുള്ള ഒരു സിങ്ക് പ്രശ്നമുണ്ട്. അതൊരു സിങ്ക് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിൽ എന്തോ അടിയാണ് അങ്ങനെയൊന്നും അല്ല കേട്ടോ. പക്ഷെ അവരുടെ രണ്ടുപേരുടെയും സെയിം പാറ്റേണിലുള്ള ഒരു കളി വരുമ്പോൾ, അതായത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ അർജൻറ്റീനയുടെ മത്സരം വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരും മീഡിയയും ഒക്കെ സംസാരിക്കുന്നതാണ് ദിബാലെ എവിടെ, ദിബാലയെ കാണാനില്ലല്ലോ എന്നുള്ളത്. ദിബാലയെ പലപ്പോഴും പെർഫോം ചെയ്യിപ്പിക്കാത്തതിൻ്റെ ഒരു റീസണായിട്ട് പലയിടത്തും ഞാൻ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുവരുടെയും അതായത് മെസ്സിയുടെയും ദിബാലയുടെയും കളിയുടെ സ്റ്റൈൽ ഓൾമോസ്റ്റ് സിമിലറാണ്. ആ കളിക്കുന്ന രീതിയും സിമിലറാണ്. അപ്പോൾ അങ്ങനെ രണ്ട് പേര് ടീമിൽ വന്നു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും ടീമിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കണം പുള്ളിക്ക് പ്ലേയിങ് ചാൻസസ് കിട്ടാൻ കുറവെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേ ഒരു ഇഷ്യൂ ആണ് നോവയും ലൂണയും. രണ്ടുപേരും രണ്ട് പൊസിഷനിലാണ് കളിക്കുന്നതെന്നുണ്ടെങ്കിലും അവരുടെ പ്ലേയിങ് സ്റ്റൈലിനൊരു സിമിലാരിറ്റി ഉണ്ട്, വർക്ക് എടുക്കുന്ന രീതി അതിലൊക്കെ ഒരു സിമിലാരിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടീമിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ലേ എന്നുള്ളതൊരു വലിയ ചോദ്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിനൊരു ഉത്തരവും കൂടെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. അത് ഈ രണ്ടുപേരെയും മാറ്റണം എന്നുള്ളതല്ല, പകരം ഈ ഫസ്റ്റ് ലെവലിൽ രണ്ടുപേരെയും ഒരുമിച്ച് പരീക്ഷിക്കുന്നതിന് പകരം രണ്ടുപേരെ മാറ്റി ഒന്ന് പരീക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു റിസൾട്ട്സിൽ ഡിഫറൻസ് ഉണ്ടാക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മഞ്ഞപ്പട അടക്കം എല്ലാവരും പറയുന്ന പോലെ അവരെല്ലാവരും ഉന്നയിച്ചൊരു കാര്യമുണ്ടല്ലോ, റിസൾട്ട്സും നമുക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു സംഭവം. അത് എത്രമാത്രം നമ്മുടെ മാനേജ്മെൻറ്റിന് കൊണ്ടുവരാൻ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണലി ഒരു 40-45% ഓക്കെ ആയിരുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ ചോദ്യം, അതിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം, ഇത്രയും ദിവസം ഉണ്ടായിരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ താഴെ ഒന്ന് കമൻ്റായിട്ട് ഇടുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ചിൽ കുപ്പിച്ചിൽ.